ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെയ്തത് പരിപ്പ് വെള്ളത്തിലിടലാണ് കേട്ടോ. കാരണം ഇന്ന് വൈകുന്നേരം പരിപ്പോട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ കുതിർന്ന പരിപ്പ് ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് കറക്കി എടുത്തു കേട്ടോ മിക്സിയിൽ. ഈ ഒരു പരിവേ പാടുള്ളൂ, ഒന്ന് കടിക്കാൻ കിട്ടണം, എന്നാലാണ് പരിപ്പെടുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം അങ്ങനെ അരയാൻ പാടില്ല. പിന്നെ ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ഒരു വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ എടുക്കുക. സോസ് പാൻ ആവുന്നതാണ് നല്ലത്, അപ്പോൾ അതാവുമ്പോൾ അടി പിടിക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഓരോന്നായിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് ഇടാൻ പാടുള്ളൂ. പരിപ്പുവടയൊക്കെ ആകൃതി ഏകദേശം ഒരു ഭൂപടം പോലെയൊക്കെ ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പുറത്ത് അടുപ്പുമ്പോൾ ഞാൻ കട്ടൻ ചായ തിളപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിട്ട് ആ പരിപ്പുവട ഈ ഒരു കളറാവുമ്പോൾ അപ്പുറപ്പുറമൊക്കെ ഈ ഒരു കളറാവുമ്പോൾ മാറ്റിയെടുക്കുക. പിന്നെ ഒരു കട്ടൻ ചായയും കൂട്ടി നല്ല ഒരു പിടിപിടിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ സൂചിച്ചേണ്ണും പിള്ളേരും പരിപ്പോടയും കട്ടൻ ചായയും എല്ലാം കൂടെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. നമ്മ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണല്ലോ. നിങ്ങളൊക്കെ പരിപ്പോടെ ഉണ്ടാക്കുമെന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ.